വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മെഡിക്കൽ സ്റ്റഡി വിത്ത് മീ അനു മൈസെൽഫ് അനുപമ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇൻഫ്ലുവൻസ വൈറസിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ മോർഫോളജിയും അതുപോലെ തന്നെ പാത്തോജനസിസ്, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു. ഈ പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ലാബ് ഡയഗ്നോസിസ്, കൂടാതെ ഏവിയൻ ഫ്ലൂവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏവിയൻ ഫ്ലൂവിൻ്റെ സ്പ്രെഡ് ആൻഡ് ഇതിൻ്റെ സോഴ്സ്, ദെൻ ഹൗ ഈ ഹ്യൂമണിൽ ഏവിയൻ ഫ്ലൂ എഫക്റ്റ് ആകുന്നത്, ആൻഡ് ബേർഡ്സിൽ എങ്ങനെയാണ് ഈ ഏവിയൻ ഫ്ലൂ എഫക്റ്റ് ആകുന്നത്, ആൻഡ് ഇതിനൊക്കെ കുറിച്ച് പറയുന്നുണ്ട് ഏവിയൻ ഫ്ലൂവിൽ. ദെൻ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സും ആൻഡ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ ആർ ഡിസ്കസ്ഡ് ഇൻ ദിസ് വീഡിയോ. നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. കോംപ്ലിക്കേഷൻസ്. സോ സെക്കൻഡറി ബാക്ടീരിയൽ ന്യൂമോണിയ. കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? സെക്കൻഡറി ബാക്ടീരിയൽ ന്യൂമോണിയ, റെസ്പിറേറ്ററി ട്രാക്റ്റിലല്ല എഫക്റ്റ് ചെയ്തത്. സോ ബാക്ടീരിയൽ ന്യൂമോണിയ ഉണ്ടാക്കാം. അതർ റെസ്പിറേറ്ററി ട്രാക്ട് കോംപ്ലിക്കേഷൻസ് ലൈക്ക് വേഴ്സണിങ് ഓഫ് COPD. COPD ഉള്ളൊരാൾക്ക് ഇറ്റ് കോസസ് വേഴ്സണിങ് ഓഫ് COPD. എക്സാസർബേഷൻ ഓഫ് ക്രോണിക് ബ്രോങ്കൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കസ് ആണ്. ക്രോണിക് ആയിട്ടുള്ള ഒരു ബ്രോങ്കൈറ്റിസിൻ്റെ എക്സാസർബേഷൻ ഉണ്ടാകും. ബ്രോങ്കിയോലൈറ്റിസ്, ഓട്ടൈറ്റിസ് മീഡിയ. ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുമ്പോൾ ഇയറിനെ എഫക്റ്റ് ചെയ്യുന്ന ഇൻഫെക്ഷൻ, ഓട്ടൈറ്റിസ് മീഡിയ. പരോട്ടൈറ്റിസ് എന്ന് പറയുമ്പോൾ പരോട്ടിഡ് ഗ്ലാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഇൻഫ്ലമേഷൻ ഒരു ഇൻഫെക്ഷൻ, ദാറ്റ് ഈസ് പരോട്ടൈറ്റിസ്. ആൻഡ് ആസ്തമ. ദീസ് ആർ ദി അതർ റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻസ്. പ്രൈമറിലി പറഞ്ഞത് സെക്കൻഡറി ബാക്ടീരിയൽ ന്യൂമോണിയ ആണ്. സെക്കൻഡറിലി എന്തൊക്കെയാണ് വരുന്നത്? COPD, വേഴ്സണിങ് ഓഫ് COPD, എക്സസർബേഷൻ ഓഫ് ക്രോണിക് ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കിയോലൈറ്റിസ്, ഓട്ടൈറ്റിസ് മീഡിയ, പരോട്ടൈറ്റിസ് ആൻഡ് ആസ്തമ. എക്സ്ട്രാ പൾമണറി കോംപ്ലിക്കേഷൻ. എക്സ്ട്രാ പൾമണറി കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ദർ വിൽ ബി ഫാറ്റി ഡീജനറേഷൻ ഓഫ് ദി ലിവർ വിത്ത് അക്യൂട്ട് എൻസെഫലോപ്പതി ഒക്കറിങ് ഇൻ ചിൽഡ്രൻസ് ആൻഡ് adolescents following aspirin or salicylate intake. So following a aspirin or salicylate intake, what happens? ഒരു കുട്ടി ആസ്പിരിൻ അല്ലെങ്കിൽ സാലിസിലിൻ്റെ ടാബ്ലറ്റ് കഴിച്ചു. സോ വാട്ട് ഹാപ്പൻസ്? ദേ കോസസ് fatty degeneration of liver. Fatty degeneration of liver with acute encephalopathy. With acute encephalopathy, their fatty degeneration of liver will occur in എവിടെ? കുട്ടിക്കാണ്, adolescent or children ആയിരിക്കും following intake of aspirin and salicylate. Risk factor. So what are the risk factor of influenza? ഏജ് ലെസ് ദാൻ 2 ഇയർ ഒരു റിസ്ക് ഫാക്ടറാണ്. ദെൻ ക്രോണിക് ഡിസീസ് ലൈക്ക് ക്രോണിക് പൾമണറി ഡിസീസ് ഉള്ള ഒരാൾക്ക്, ഹെമറ്റോളജിക്, മെറ്റബോളിക്, ന്യൂറോളജിക്കൽ ആൻഡ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഉള്ള ഒരാൾക്ക് ഈ ഇൻഫ്ലുവൻസ വരാനുള്ള ചാൻസസ് വെരി ഹൈ. ഓക്കെ, എന്തൊക്കെയാണ്? ക്രോണിക് പൾമണറി ഡിസീസസ്, ഹെമറ്റോളജിക് ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത്, മെറ്റബോളിക് ഫാറ്റ് ഡീജനറേഷൻ സംഭവിക്കണമല്ലോ, ലൈക്ക് ദാറ്റ് ടൈപ്പ്. സോ മെറ്റബോളിക്, ന്യൂറോളജിക്കൽ ആൻഡ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ്, ഇമ്മ്യൂണോ സപ്രസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ലൈക്ക് HIV പേഷ്യൻസ്, ഡയബറ്റിക് മെലിറ്റസ് ഒക്കെ ഉള്ളവർക്ക്. ദെൻ അതർ റിസ്ക് ഫാക്ടേഴ്സ് ലൈക്ക് ഒബിസിറ്റി, pregnancy, etc. These are the other risk factors of getting influenza virus. ഇനി നമ്മൾ ഏവിയൻ ഫ്ലൂവിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. വാട്ട് ഈസ് ഏവിയൻ ഫ്ലൂ? ഏവിയൻ എന്ന് പറയുന്നത് ബേർഡ് അല്ലേ. സോ ബേർഡ് ഫ്ലൂ. ബേർഡ് ഫ്ലൂസ് ഓർ ബേർഡ്സ് ആർ ദി പ്രൈമറി റിസർവർ ഓഫ് ദി ഇൻഫ്ലുവൻസ വൈറസ്. അതുകൊണ്ട് ഇവിടെ ഏവിയൻ ഫ്ലൂ എന്ന് വിളിക്കുന്നത്. ദെൻ ഏവിയൻ ഫ്ലൂ സ്ട്രെയിൻസ് ആർ ഹൈലി വിറുലൻറ്റ് ആസ് ദേ പൊസസ് PB1F2 പ്രോട്ടീൻസ്. ഈ ഏവിയൻ ഫ്ലൂ സ്ട്രെയിൻസിന് PB1F2 പ്രോട്ടീൻസ് ഉള്ളതുകൊണ്ട് ദേ ആർ ഹൈലി വിറുലൻറ്റ്. ആൻഡ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഹോസ്റ്റ് മൈറ്റോകോൺട്രിയനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. ആൻഡ് വിച്ച് കോസസ് അപ്പോപ്റ്റോസിസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഏവിയൻ ഫ്ലൂ സ്ട്രെയിൻ പൊസസ് PB1F2 പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ഹോസ്റ്റ് മൈറ്റോകോൺട്രിയനെ ടാർഗറ്റ് ചെയ്യും ആൻഡ് ഇൻഡ്യൂസസ് അപ്പോപ്റ്റോസിസ്. ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ ഏവിയൻ ഫ്ലൂ ഇൻഫെക്ഷൻസ്. ദെൻ ഏവിയൻ ഫ്ലൂ ഇൻ ബേർഡ്സ്. ബേർഡ്സിൽ എങ്ങനെ ഏവിയൻ ഫ്ലൂ, ഹ്യൂമൻസിലുണ്ട്, രണ്ടിലും ഡിഫറൻസ് ഉണ്ട്. ഇഫ് ഏവിയൻ ഫ്ലൂ ഇൻ ബേർഡ്സ് ആണെങ്കിൽ ദേ ആർ ഹൈലി ലീത്തൽ ടു ചിക്കൻ ആൻഡ് ടർക്കിക്കും ചിക്കനും ദേ ആർ ഹൈലി ഈവൻ ഫേറ്റലാണ്, ലീത്തലാണ്. ആൻഡ് മൾട്ടിപ്ലൈ ഇൻ ഇൻറ്റസ്റ്റൈൻസ് ഓഫ് മാമൽസ് ആൻഡ് ഷെഡ് ത്രൂ ഫീക്കസ് ടു വാട്ടർ. സോ ഇവരിൽ അങ്ങനെ ഇത് സ്പ്രെഡ് ആവുന്നത് ഇൻറ്റസ്റ്റൈനിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ദേ വിൽ ഷെഡ് ത്രൂ ദി ഫീക്കസ് ടു വാട്ടർ. ദിസ് ഈസ് ഹൗ ദേ സ്പ്രെഡ് ഇൻഫെക്ഷൻ. ഏവിയൻ ഫ്ലൂ ഇൻ ഹ്യൂമൻസിലാണെങ്കിലോ AH5N1 കോസസ് ഏവിയൻ ഫ്ലൂ സ്ട്രെയിൻ ഇൻ ഹ്യൂമൻസ്. ട്രാൻസ്മിഷൻ ഫ്രം ബേർഡ്സ് only, and ഇവർക്ക് ട്രാൻസ്മിഷൻ ഫ്രം ഓൺലി ബേർഡ്സ് ആണ് കേട്ടോ. ആൻഡ് റിക്വയർ ക്ലോസ് റെസ്പിറേറ്ററി കോൺടാക്ട്. Then clinical features are associated with higher rate of pneumonia, extra pulmonary manifestations such as diarrhea and serious involvement will be there for
ഹ്യൂമണിൽ ഇത് എഫക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ്? ഹയർ റേറ്റ് ഓഫ് ന്യൂമോണിയ ഉണ്ടാവും. എക്സ്ട്രാ പൾമണറി മാനിഫെസ്റ്റേഷൻസ് സച്ച് ആസ് ഡയറി ആൻഡ് CNS ഇൻവോൾവ്മെൻറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ്. ലാബ് ഡയഗ്നോസിസ്. ലാബ് ഡയഗ്നോസിസിൽ ഫസ്റ്റ് ഓഫ് ഓൾ സ്പെസിമെൻ കളക്ട്. ഇതൊരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ നേസോഫെറിഞ്ചൽ സ്വാബ്. ലാവേജ് ഫ്ലൂയിഡ്. ചിൽഡ്രൻസിലൊക്കെ ഈ സ്പ്യൂട്ടം കളക്ട് ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് ഹാപ്പൻസ്? ഗ്യാസ്ട്രിക് ആസ്പിറേറ്റ്. ഏർലി മോർണിംഗിൽ ഗ്യാസ്ട്രിക് ലാവേജ് ഫ്ലൂയിഡ് കളക്ട് ചെയ്യും. ദാറ്റ് ഈസ് ലാവേജ് ഫ്ലൂയിഡ്, nasal aspirate, then thorax swab. These are the specimens collected. Isolation of virus. Isolation of virus another. Inoculation in the embryonated egg and primary monkey kidney cell lines are used. Isolate ചെയ്യാൻ വേണ്ടിയിട്ട് embryonated eggs and primary monkey kidney cells lines ഒക്കെയാണ് ഇവർ ഐസൊലേറ്റ് ചെയ്യുന്നത്. ഇനോക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വൈറസിനെ കൂടുതൽ വളർത്തിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണമല്ലോ ഐസൊലേറ്റ് ചെയ്യാൻ. സ്ട്രെയിൻസ് മൾട്ടിപ്ലൈ ചെയ്യാൻ ഇനോക്കുലേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എംബ്രിയോണേറ്റഡ് എഗ് ആൻഡ് പ്രൈമറി മങ്കി കിഡ്നി സെൽ ലൈൻസ് ആണ്. ആൻഡ് ദി ഗ്രോത്ത് ഈസ് ഡിറ്റക്റ്റഡ് ബൈ ദി ഹീമഡ്സോർപ്ഷൻ ഹീമാഗ്ലൂട്ടിനിൻ ടെസ്റ്റ്. ഹീമാഗ്ലൂട്ടിനിൻ ടെസ്റ്റ് വെച്ചിട്ടാണ് ഗ്രോത്തിനെ ഡിറ്റക്ട് ചെയ്യുന്നത് ഇനോക്കുലേറ്റ് ചെയ്ത വൈറസിൻ്റെ. ദെൻ വൈറൽ ആൻറ്റിജൻ ഡിറ്റക്ഷൻ ബൈ ഡയറക്റ്റ് ഇമ്മ്യൂണോഫ്ലൂറസൻസ് ടെസ്റ്റ്. ഡയറക്റ്റ് ഇമ്മ്യൂണോഫ്ലൂറസൻ ടെസ്റ്റ് വഴി എന്ത് ചെയ്യും? വൈറസ് ആൻറ്റിജൻ ഡിറ്റക്ട് ചെയ്യും. ദെൻ മോളിക്കുലർ മെത്തേഡ് സിമിലർലി ഡിറ്റക്ട് സീസണൽ ഫ്ലൂ സ്ട്രെയിൻസ് സച്ച് ആസ് AH1N1, AH3N2, ഇൻഫ്ലുവൻസ ബീൻ്റെയൊക്കെ സൈമൾട്ടേനിയസ് ആയിട്ടുള്ള സീസണൽ ഫ്ലൂസ് ആണല്ലോ. അപ്പോൾ ഈ സീസണൽ ഫ്ലൂവിൻ്റെ സ്ട്രെയിൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി സെർട്ടൻ മോളിക്കുലർ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വിച്ച് ആർ RT-PCR വിച്ച് ഡിറ്റക്ട് വൈറൽ RNA. വൈറൽ RNA വെച്ചിട്ടാണല്ലോ ഈ AH1N1 or AH3N3 ഒരു ഇൻഫ്ലുവൻസ ബി ആണോ എന്ന് ഏത് സ്ട്രെയിൻ ആണെന്ന് കണ്ടുപിടിക്കുന്നത്. Then real-time RT-PCR is also used to quantify viral RNA. Antibody detection by hemagglutination inhibition test. Okay, hemagglutination inhibition test, neutralization test and ELISA. These are the tests used for antibody detection. Hemagglutination test, inhibition test, neutralization test and ELISA. ELISA എഴുതുമ്പോൾ എല്ലാം ക്യാപിറ്റൽ എഴുതണം. Then treatment. ട്രീറ്റ്മെൻറ്റ് മെയിൻലി നമ്മൾ പറഞ്ഞു ഇവിടുത്തെ ന്യൂറാമിനിഡേസ് എന്ന് പറഞ്ഞാൽ ന്യൂറാമിനിഡേസ് എന്തുണ്ട്? NA എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സയാലിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുമല്ലേ. അപ്പം ഈ ന്യൂറാമിനേസിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സയാലിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ലൈക്ക് ഇൻഫ്ലുവൻസ നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ HA പോയിട്ട് ആദ്യം ഇവരുടെ റിസപ്റ്ററിനെ ബൈൻഡ് ചെയ്യും. HA ഹീമാഗ്ലൂട്ടിൻ ആ ഒരു പ്രോട്ടീൻ ബോഡി റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും നമ്മുടെ ബോഡിയിൽ. എന്നിട്ട് ഈ സാലിസിലിക് ആസിഡ് റിസപ്റ്ററിനോട് ഇവർ ബൈൻഡ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ന്യൂറാമിഡേസ് ഈ സയാലിഡേസ് എന്നൊരു എൻസൈം റിലീസ് ചെയ്യുമ്പം സയാലിക് ആസിഡ് റിസപ്റ്റർ എന്ത് പറ്റും? അവർക്ക് ബ്രേക്ക് ഡൗൺ ആവും. അങ്ങനെയാണ് ഈ ഉള്ളിൽ വൈറസ് എന്ത് ചെയ്യുന്നത്? ഒരു സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നത്. സോ ഈ ന്യൂറാമിനിഡേസിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ന്യൂറാമിനിഡേസ് റിലീസ് ചെയ്യുന്ന സയാലിഡേസ് എൻസൈം അവർ റിലീസ് ആവുന്നില്ലല്ലോ ഇൻഹിബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ദെൻ ഡ്രഗ് ഓഫ് ചോയ്സ് എന്താ? സോണാമിവർ, ഓസെൽറ്റാമിവർ ആൻഡ് പെരാമിവർ. ഓക്കെ, സോ ഈ വരുന്നത് ഓർത്താൽ മതി. ഇവരാണ് ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് ഏതിൻ്റെ? ഇൻഫ്ലുവൻസ A ആൻഡ് ഇൻഫ്ലുവൻസ B ഇൻഫെക്ഷൻസിൻ്റെ. മാട്രിക്സ് പ്രോട്ടീൻ ഉണ്ട്. മാട്രിക്സ് പ്രോട്ടീൻ M2 ഇൻഹിബിറ്റർ, ദാറ്റ് ഈസ് അമാൻറ്റഡിൻ, റിമാൻറ്റഡിൻ എക്സെട്ര ആർ ദി മാട്രിക്സ് പ്രോട്ടീൻ M2 ഇൻഹിബിറ്റർ. ഈ M2 എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അയോൺ ചാനലിനകത്ത് ട്രാൻസ്പോർട്ട് മോളിക്യൂൾസ് ത്രൂ അയോൺ ചാനലിലാണ് M2 ഈ വൈറൽ പ്രോട്ടീനിൻ്റെ M2 യൂസ് ചെയ്യുന്നത്. സോ ഇവരെ ഇൻഹിബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അയോൺസ് ട്രാൻസ്പോർട്ട് നടക്കണമല്ലോ, എങ്കിലല്ലേ ഇവർ ആക്റ്റീവ് ആവുള്ളൂ. സോ അമാൻറ്റഡിൻ ആൻഡ് റിമാൻറ്റഡിൻസ് ആർ യൂസ്ഡ് ഫോർ ദി ഇൻഫെക്ഷൻ ഓഫ് ഇൻഫ്ലുവൻസ A ഇൻഫെക്ഷന് മാത്രമേ ഇവർ യൂസ്ഫുൾ ആവുന്നത്. പ്രിവെൻഷൻ: സ്ട്രിക്റ്റ് ഹാൻഡ് ഹൈജീൻ, isolated room, then contaminants of cough and sneeze. ഇതൊക്കെ ഒരു റെസ്പിറേറ്ററി ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കണ്ടാമിനൻസ് ഓഫ് കഫ് ആൻഡ് സ്നീസ്. റെസ്പിറേറ്ററി ഹൈജീൻ ആൻഡ് കഫ്
എറ്റിക്വിറ്റ്സ് PPE ഒക്കെ യൂസ് ചെയ്യില്ലേ, അതൊക്കെയാണ് പ്രിവെൻഷനായിട്ട് പറയാൻ പറ്റുന്നത്. ദെൻ വാക്സിൻ പ്രൊഫൈലാക്സിസിൻ്റെ കാര്യം പറയുമ്പം ഇൻജെക്റ്റബിൾ വാക്സിൻസ് ഉണ്ട് ആൻഡ് ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻസ് ഉണ്ട്. സോ ഇൻജെക്റ്റബിൾ വാക്സിൻസ് എന്ന് പറയുമ്പം ദേ ക്യാൻ ബി എയ്തർ ഇനാക്ടിവേറ്റഡ് ഇൻഫ്ലുവൻസ വാക്സിൻ ആവാം, ഓർ റീകോമ്പിനൻറ്റ് ഇൻഫ്ലുവൻസ വാക്സിൻ ആവാം, ഓർ സെൽ കൾച്ചർ ആവാം. സോ ഇൻജെക്റ്റബിൾ വാക്സിൻ തന്നെ ഇനാക്ടിവേറ്റഡ് ഇൻഫ്ലുവൻസ വാക്സിൻ ഉണ്ട്, സെൽ കൾച്ചർ ഉണ്ട്, ആൻഡ് റീകോമ്പിനൻറ്റ് ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ട്. Whereas live attenuated influenza vaccine എന്ന് പറയുമ്പോൾ they are generated by reassortment between influenza A and B strain. Reassortment, that is gene reassortment between influenza A and B, and they are grow in upper respiratory tract causing mild flu-like symptoms. So this live attenuated influenza vaccine എന്ന് പറയുന്നത് ജീൻ റീഅസോർട്ട്മെൻറ്റ് നടത്തിയിട്ടുള്ള ഇൻഫ്ലുവൻസ A and B strains collected from URT, that is upper respiratory tract, due to causing mild flu-like symptoms are used. And ഇവർ നേസൽ സ്പ്രേ ആയിട്ടാണ് ലൈവ് അറ്റന്യൂവേറ്റഡ് ഇൻഫ്ലുവൻസ വാക്സിൻസ് കൊടുക്കുന്നത്. ഇൻട്രാനേസൽ സ്പ്രേ. ദേ ആർ ട്രൈവലൻറ്റ് വാക്സിൻ. This is about this video. Hope you like this. Thanks for watching. And one more thing, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ബൈ.